friends, welcome back to my channel. എൻ്റെ പേരിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്ലോ റെയിനി കുക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണീറ്റിട്ട് ഇപ്പോൾ കുറേ നേരമായി ഉച്ചയായിട്ടുണ്ട്. ഇപ്പോൾ സമയം എണീറ്റത് ലേറ്റ് ആയിട്ടാണ്. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകാത്തപ്പം സ്ലോ ആയിട്ട് വൈകി എണീക്കാറുള്ളൂ രാവിലെ. അതൊരു റുട്ടീനാണ്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ അതേ ലഞ്ച് കഴിക്കാനായിട്ട് വന്നേക്കോ. ലഞ്ച് കഴിക്കണമെങ്കിൽ ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി വെൽക്കം. അപ്പോൾ ജനാല തുറക്കുമ്പോൾ തന്നെ കാണാം ഇന്നൊരു മഴയുള്ളൊരു ദിവസമാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാറ്റമഴ പെയ്തിരിക്കുക. പക്ഷേ ഇവിടുത്തെ വെതറാണ് നമുക്ക് വിശ്വസിക്കാനേ കൊള്ളത്തില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലപോലെ വെയിലാകും. കഴിഞ്ഞ ദിവസം ചോറിൻ്റെ കഴുകാതെ കൊണ്ടുവന്ന് വെച്ച പാത്രം ഞാൻ ഡിസ്കവർ ചെയ്തു. പൂപ്പലിനും പായലിനും പോലും വേണ്ട. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പാട്ടൊക്കെ കേട്ട് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സമയം പോകുന്നത് അറിയില്ല. ആ താളത്തിനനുസരിച്ച് അങ്ങോട്ട് കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ചോറുണ്ടാക്കുകയാണ്. കാര്യം പറഞ്ഞാൽ ഞാൻ ചോറ് അവോയ്ഡ് ചെയ്യാനായിട്ട് 1-2 ദിവസമൊക്കെ ട്രൈ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എൻ്റെ കൈ വരച്ച് തുടങ്ങും ചോറുണ്ടാഞ്ഞിട്ട്. അപ്പോൾ പരമ്പരാഗത ചോറ് കഴുകൽ, അരി കഴുകൽ പരിപാടിയാണ് ആദ്യം തന്നെ. ചോറങ്ങനെ എയറിലായി. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് തോരനായാലോ. ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വൺ ഓഫ് ദി ചീപ്പസ്റ്റ് ഐറ്റംസ് ആണ്. ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന വെജിറ്റബിൾസിലൊന്നാണ് ക്യാരറ്റ്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമായതുകൊണ്ട് നേരെ അങ്ങോട്ട് പുഴുങ്ങി തിന്നാം. കുറച്ച് ബീൻസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിട്ടോ. പക്ഷേ എൻ്റെ ഒരു ഫ്രോസൺ ബീൻസ് മാത്രമേ ഉണ്ടായിരുന്നു. ഫ്രോസൺ ബീൻസ് അരിയുമ്പോണ്ടല്ലോ തണുപ്പ് കാരണം ഫിംഗറിൻ്റെ ടിപ്സൊക്കെ വേദന എടുക്കുന്നുണ്ട്. കുറച്ച് ബീൻസ് ആദ്യം ഇതുള്ളൂ. പിന്നെ നമ്മുടെ ചോറ് ഇതുകൊണ്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇത് ഞാൻ കുറച്ച് മൈദ റവയൊക്കെ എടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. പണ്ട് പൂനെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദിവാലി ആകുമ്പോൾ അവിടെ ഉള്ളൊരു സാധനം കൊണ്ടുവരും. ശങ്കർപാളിന്ന് എന്താണ് പേര്. പക്ഷേ അതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു മെമ്മറി ആയിരുന്നു കേട്ടോ. കാരണം ദിവാലി എനിക്ക് എല്ലാവരും ഇത് കൊണ്ടുവരുന്നത് നോക്കി ഞാൻ ഇരിക്കും. അന്നത്ര സെറ്റൊന്നും ആയിട്ടില്ല. പക്ഷേ കൈൻഡ് ഓഫ് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി അടുത്ത് ഷോപ്പിങ്ങിന് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. കാരണം കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീർന്നു. ഇനിയിരിക്കുന്ന ഒരു ഫ്രോസൺ മീനാണ് കേട്ടോ. ബാസ ഫില്ലറ്റ് എന്തോ മുള്ളൊന്നും ഇല്ല. നാട്ടിലെ മീനിൻ്റെ അത്ര ടേസ്റ്റൊന്നും വരില്ല. എന്നാലും മീനായിട്ടത് പറഞ്ഞ് നമുക്ക് കഴിക്കാം. പാത്രങ്ങളൊക്കെ കുക്കിംഗ് തീരുന്നതനുസരിച്ച് ഞാൻ കഴുകിക്കൊണ്ടിരിക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ. കാരണം അവസാനം എന്തെങ്കിലും ഞാൻ തന്നെ കഴുകേണ്ടി വരും. അങ്ങനെ നമ്മുടെ മീൻകറി ഓൾമോസ്റ്റ് ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ സെറ്റാകും. പിന്നെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ ക്ലീൻ ആക്കിയിടണേ. നെക്സ്റ്റ് പേഴ്സണ് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു സെറ്റപ്പിലാക്കിയിടണമല്ലോ. നമ്മൾ വളരെ കൂടി ഷെയർ ചെയ്യുന്നൊരു കിച്ചണാണിത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് മേളിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തൊരു കാപ്പിയും കൂടെ ഉണ്ടാക്കിയാലോ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ശങ്കർപ്പാഴ ആ സാധനത്തോട് സാമ്യമുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി ഒരു കാപ്പി കുടിച്ചാലോ എന്നൊരു തോന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി കട്ടനിട്ടു. സാധനം ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് പോയിട്ട് പറയണമല്ലോ, സൂപ്പർ. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ നെറ്റ്ഫ്ലിക്സിലേക്ക് കയറിയിട്ടു. ടു ബി ഓണസ്റ്റ് ഒരു സീരീസിൻ്റെ 5-6 എപ്പിസോഡ് ഒരേ ഇരിപ്പിന് ഞാനങ്ങോട്ട് തീർത്തു. അതോടുകൂടി സീരീസ് തീർന്ന എന്തായാലും നന്നായി. ഇടയ്ക്ക് ആ വിശപ്പിൻ്റെ വിളിയുടെ പുറത്ത് ഞാൻ വാരിപ്പെറുക്കി ചോറുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി. ഇനി അല്പം ക്ലീനിങ് ആവാം എൻ്റെ റൂമിൽ. കുറച്ച് ദിവസം മുന്നേ അലക്കിയിട്ടുന്ന തുണിയൊക്കെ അങ്ങോട്ട് ഉണങ്ങി അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇനി മടക്കി കൂട്ടി അകത്ത് കയറ്റി വെക്കാമെന്ന് വിചാരിച്ച്. ഞാൻ അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. ഇങ്ങനെ മടക്കലും പരിപാടിയൊന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ എന്താ പറയുക, വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ എല്ലാവരും അവനവൻ്റെ ലൈഫിൽ ഇതിലും വൃത്തിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് വലിയ കാര്യം പറയാനൊന്നുമില്ല. അങ്ങോട്ട് വാചകം അടിക്കാണ്ടിരുന്ന് മടക്കുക. ഇതിൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് മിന്നാന്നാക്കണം. സൂപ്പറായിട്ടില്ലേ? ഇനി ക്ലീനിങ് ആവാം.
എൻ്റെ ക്ലീനിങ്ങിൻ്റെ സെറ്റപ്പ് ഒന്നും ഇത്ര ശരിയൊന്നുമില്ല. പക്ഷേ എനിക്ക് നിലത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് ക്ലിയറായി കിട്ടി. നമ്മൾ ഷൂ ഒക്കെ ഇട്ട് റൂമിലേക്ക് കയറി വരുന്നതുകൊണ്ട് നടന്നല്ലേ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് നിലത്തുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചാടും. പിന്നെ നമ്മുടെ മുടി അതും ഇതൊക്കെ ആയിട്ട് മുടി നിലത്ത് കിടക്കുന്നതാണെന്ന് ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ തലയിലുള്ളതിനേക്കാളും മുടി നിലത്തുണ്ടല്ലോ. ഏകദേശ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പായ ലുക്കുണ്ട്. ഇത്ര സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ നേരത്തെ ആയതിനേക്കാൾ ഒരു ഭംഗിയായിട്ടുണ്ട്. കുറച്ച് ദിവസം ഡ്യൂട്ടി ആകുമ്പോൾ പിന്നെ എല്ലാം അലമ്പാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ നോക്കും. ഇത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡായിരുന്നു.